ഫൽഗു കെയർ ഓഫ് കുട്ടിമാമൻ അറ്റ് അയ്യമ്പിള്ളി. A.K. ജോഷി എഴുതിയ ബാലസാഹിത്യകൃതി. രണ്ട് വലിയ ചായയും 5 ഉണ്ടംപുരിയുമായി തിരിച്ചെത്തിയപ്പോൾ കാര്യങ്ങൾ മണത്തറിഞ്ഞ് വിജയണ്ണനും ഹാജരുണ്ട്. അമ്മാമ്മയും സഹായിയായ ഗോർലിബായിയും ഫൽഗുവും വിജയനും ഓരോ ചിന്നപ്പൻ സുണ്ടംപൊരി ആനന്ദമായി സേവിച്ചു. കുട്ടിമാമന് കൊടുത്ത ഉണ്ടംപൊരി 2 പിരിഞ്ഞ് ഫൽഗു വിജയന്മാരുടെ വയറ്റിലായി. 2 വലിയ ചായ അമ്മാമ്മ 4 ചെറുതാക്കി പങ്കിട്ടു. കുട്ടിമാമൻ അടുത്ത നടപടിയിലേക്ക് കടന്നു. സ്വർണ്ണ നിറമുള്ള ഓരോ 20 പൈസ നാണയങ്ങൾ ഫൽഗുവിൻ്റെയും വിജയൻ്റെയും കൈകളിലെത്തി. 1 രൂപ നോട്ടൊന്ന് ഗൊർലിബായിക്ക് ധനസഹായമായി പോയി. 5 രൂപയുടെ ഒരു പച്ചനോട്ട് ഇടത് കൈയിൽ പിടിച്ചിട്ട് വലതു ചൂണ്ടുവിരലാൽ 2 തട്ട് തട്ടി അത് വല്യമ്മാമന് കൊടുക്കാൻ അമ്മാമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് കൊള്ളി പറഞ്ഞു, ചിരവ കൊണ്ട് നല്ല പച്ചനോട്ടുകൾ ചുരുണ്ടി ചുരുണ്ടി എടുക്കാൻ പറ്റുമെന്ന് ആ തടിയൻ കൊച്ചേട്ടനോട് ഞാൻ പറഞ്ഞെന്നമ്മ പറഞ്ഞേക്ക്. ഇതൊരു രസമുള്ള കളിയാണ്. കുട്ടിമാമനും വല്യമ്മാവനും തമ്മിലുള്ള ഒടക്ക് വർത്തമാനങ്ങൾ നേരിട്ട് പറയില്ല. അമ്മാമ്മ വഴിയാണ് അംഗം. പലപ്പോഴായി തല ചൊറിഞ്ഞു നിന്ന് കുട്ടിമാമൻ നേരിട്ടും അമ്മാമ്മ വഴിയും കടം വാങ്ങിയ തുകയിലെ ഒരു പങ്കാണ് ആ 5 രൂപ. പണം വല്ലതും വേണമെങ്കിൽ നാണിക്കാതെ ചോദിക്കാൻ പറഞ്ഞേക്ക് കേട്ടോ. 2-3 5 രൂപ നോട്ടുകൾ ഉയർത്തിക്കാട്ടി കുട്ടിമാമൻ്റെ വീരസ്യം. ഇമ്മിണി കണ്ട് അമ്മിണി തുള്ളല്ലേടാ, അമ്മാമ്മയുടെ പഴഞ്ചൻ പരിഹാസം. അടുത്ത രംഗം ഫൽഗുവിൻ്റെ വീട്ടിലായിരുന്നു. കടുവ എഴുന്നേറ്റ് നിൽക്കുന്ന ചിത്രമുള്ള ഒരു 2 രൂപ നോട്ട് ഫൽഗുവിൻ്റെ അമ്മയ്ക്കും ഒരു 20 പൈസ സ്വർണ്ണ നാണയം അനിയത്തിക്കും കിട്ടി. അമ്മയോട് ഗൗരവത്തിലൊരു ചോദ്യം. ഓപ്പേ, നിങ്ങളുടെ ഭർത്താവ് ഇവിടെയില്ലേ? അതായത് നിന്റെ അളിയൻ. ആ പുള്ളിക്കാരൻ തന്നെ. കടപ്പുറത്ത് പോയി. പുത്തൻതോട്ടിലും പാടങ്ങളിലും മാത്രമല്ല, ചില സന്ദർഭങ്ങളിൽ പടിഞ്ഞാറേ കടലിലും അച്ഛൻ വലവീശി മീൻ പിടിക്കും. കുട്ടിമാമന് ധൈര്യമായി. ഈ 5 രൂപ പുള്ളിക്ക് കൊടുക്കണം. എന്നിട്ട് ആ കൊമ്പൻ മീശയോട് പറയണം, പണം വല്ലതും ആവശ്യമുണ്ടെങ്കിൽ ഈ ചിരവക്കാരനോട് ചോദിച്ചാൽ മതിയെന്ന്. ഫൽഗു വഴിയും വിജയൻ വഴിയും പലപ്പോഴായി കടം വാങ്ങിയ ഇനത്തിലാണ് ഈ 5 രൂപ. കുറച്ചുനേരം നിന്നാ നിനക്ക് നേരിട്ട് തന്നെ പറയാമല്ലോ എന്ന അമ്മയുടെ വാക്കുകൾ കേൾക്കാത്ത മട്ടിൽ കുട്ടിമാമൻ ചാടി പുറത്തിറങ്ങി. അച്ഛനും കുട്ടിമാമനും തമ്മിലുള്ള വാചകങ്ങൾ ഇവിടെ അമ്മ വഴിയാണ് കൈമാറ്റം. അയൽപ്പക്കത്ത് വീട്ടിലിരുന്ന് ബീഡി തെറുക്കുന്ന കുട്ടിമാമൻ്റെ ചങ്ങാതി കുമാരൻ ചേട്ടനും എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കടുവയെ കൊടുത്തു. തിരിച്ചടവ് വകയിൽ തന്നെ. വൈകിട്ട് ചായ എൻ്റെ വക. ചങ്ങാതിയെ സൽക്കാരത്തിനും ക്ഷണിച്ചു. കുമാരൻ ചേട്ടൻ വരുത്തുന്ന വാരിക കടം കൊണ്ട് അവിടെ നിന്നിറങ്ങി. വഴിയിലേക്ക് കാൽവെച്ചപ്പോഴുണ്ട് തറവാട്ടിലെ പഴയകാല പണിക്കാരനായിരുന്ന രാമൻ മൂപ്പൻ 1-2 ചുമയൊക്കെ ചുമച്ച് അവശതയോടെ മുന്നിൽ. കൊടുത്തു രാമൻ മൂപ്പനും 1 രൂപ ധനസഹായം. പുള്ളി അത് വാങ്ങി തൊട്ട് നെറുകയിൽ വെച്ചു. ഫൽഗു കെയർ ഓഫ് കുട്ടിമാമൻ അറ്റ് അയ്യമ്പിള്ളി. A.K. ജോഷി എഴുതിയ ബാലസാഹിത്യകൃതി. വായിച്ചത് പ്രീതി ജോസഫ്.